വെൽക്കം ടു അവർ ചാനൽ പ്ലേറ്റ്സ് ബൈ ലൂക്ക. ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് മത്തങ്ങ എലിശ്ശേരിയാണ്. ഇന്ന് എൻ്റെ ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇത്തിരി ഹെൽത്തി ആയിട്ട് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് അതിലേക്ക് പോകാൻ കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാരെ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഇന്നലെ ഞാൻ കുതിർത്തി വെച്ച പയറാണിത്. എല്ലാവരും എലിശ്ശേരിക്ക് വൻപയറാണ് യൂസ് ചെയ്യുന്നത്, ഇത് ചെറുപയറാണ്. അപ്പോൾ ഞാൻ ആദ്യം ആ ചെറുപയറെല്ലാം കൂടെ ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ട് ഫസ്റ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. മഞ്ഞപ്പൊടിയും ഇതെല്ലാം കുറച്ച് ഇട്ടാൽ മതി, ഒരു ടീസ്പൂൺ വെച്ചിട്ടാൽ മതി. പിന്നെ കുറച്ച് ഉപ്പ് ഇടുക, എന്നിട്ടത് ഈ പയറൊന്ന് വേവിച്ചെടുക്കുക. നമുക്ക് ആ പയറൊന്ന് വെന്തുവരുന്ന ടൈമിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒരു 2 വട്ടം ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇപ്പൊ പയറൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മത്തങ്ങ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് അത് ചേർത്തിട്ട് ജസ്റ്റ് നമുക്ക് ഒരു വിസിലോടെ ഹൈ ഫ്ലെയിമിൽ അടുപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ മത്തങ്ങയും ഇതും കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഈ ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ച അരപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇടാനായിട്ട് ഒന്ന് കടുക് പൊട്ടിക്കാം. നമുക്ക് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുകിടാം. ഇപ്പൊ കടുക് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 2 വത്തലമുളക് ഒന്ന് ജസ്റ്റ് കീറിയിട്ട് ഇടുന്നുണ്ട്. കടുക് പൊട്ടി വത്തലമുളക് ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ ചെറുവിൽ ഇടുന്നുണ്ട്. അതോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക, ഒന്ന് വറുത്തെടുക്കുക. ഈ ഒരു കളറിലേക്കൊന്ന് ജസ്റ്റ് ഇത്രയും ഒന്ന് ബ്രൗൺ ആക്കി എടുത്താൽ മതി. തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ആ കടുകും എല്ലാം കൂടെ നമുക്ക് ആ മത്തങ്ങയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എലിശ്ശേരി റെഡി ആയിരിക്കുകയാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് പ്ലേറ്റ് ചെയ്യാം. എലിശ്ശേരി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്, വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.